ദുബായിൽ നേരെ ഉസ്ബെക്കിസ്ഥാനിൽ വന്നിട്ട് നമ്മൾ ഏകദേശം 2 ദിവസം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു താഷ്കണ്ടില്. അതിനുശേഷം നമ്മളിപ്പോൾ ഇവിടുത്തെ റൂം വെക്കേറ്റ് ചെയ്തിട്ട് നേരെ സമർക്കന്ദിലേക്ക് പോകണം കേട്ടോ. അവിടെ ഒരു 3 ദിവസമാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ ഒരു റെന്റ് കാറൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ റെന്റ് കാർ എടുത്ത് അതിന്റെ ഡീറ്റെയിൽ പോകണ വഴിക്ക് നമ്മൾ പറഞ്ഞുതരാം. ഏകദേശം ഒരു 4-5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വലിയൊരു ട്രിപ്പാണ് സമർക്കന്ദിക്കുള്ളത്. അപ്പൊ ഇവിടുന്ന് നമുക്ക് ബസ് ഉണ്ട്, മെട്രോ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു ഇഷ്ടം അനുസരിച്ചുള്ള റോഡ് ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. താഷ്കണ്ടിൽ നിന്ന് സമർക്കന്ത് വരെയുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. സാൻ ഫാമിലി സ്റ്റോറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കാണാം ഉസ്ബെക്കിസ്ഥാനിലെ വിശേഷം. ഉസ്ബെക്കിസ്ഥാനിൽ വന്നിട്ട് 2 ദിവസം ഇപ്പൊ നമ്മൾ സ്റ്റേ ചെയ്തത് റെവൽ ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ. നല്ലൊരു ഹോട്ടലാണ്, നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹോട്ടലാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ, യു ആർ വെരി ഓസം ബിക്കോസ് വി ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ദ റെവൽ ഹോട്ടൽ ആൻഡ് യു especially you. All the staffs are very helpful. All the staff. Coming next time we'll definitely come to the Rival Hotel. Inshallah. നമ്മളിവിടെ റെന്റിന് എടുത്ത വണ്ടി ഇതാണ് കേട്ടോ. ഷെവർലെയുടെ കൊബാൾട്ട് എന്ന് പറയുന്ന ഒരു കാറാണ് നമ്മൾ റെന്റിന് എടുത്തത്. കുഴപ്പമില്ല, 2022 മോഡൽ വണ്ടിയാണ്. നമുക്കൊരു 6 ദിവസത്തേക്കാണ് നമ്മൾ റെന്റിന് എടുത്തേക്കുന്നത്. അപ്പൊ നമ്മള് കാർ റെന്റ് എടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ചാല്, നമ്മളിപ്പോ ദുബായിൽ നിന്ന് വന്നപ്പോൾ ഒരു ഓൺലൈനിൽ ചെക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ഇൻ റെന്റ് എന്ന് പറഞ്ഞിട്ട് ഇൻ റെന്റ് കാർ കമ്പനിയാണ്. അപ്പൊ അവരുടെ അടുത്താണ് നമ്മൾ കോണ്ടാക്ട് ചെയ്തത്. അപ്പൊ അവര് അതിന്റെ പ്രൈസ് ഒക്കെ അയച്ചു. 3,50,000 രൂപയാണ് ഒരു ദിവസത്തെ റെന്റ് എന്ന് പറയുന്നത്. ബൈക്ക് സോം ഏകദേശം ഒരു $28 ആണ് കേട്ടോ നമുക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ വേറെ കുറെ അന്വേഷിച്ച് നോക്കി. പക്ഷെ അവരൊക്കെ കുറെ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടോ. നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ നോക്കിയപ്പോ ഇതാണ്. നമ്മൾ വണ്ടി എടുക്കുകയാണ്. ഇതാണ് അതിന്റെ കണ്ടീഷൻ. 2022 മോഡൽ വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം ചെറിയ പാച്ച് വർക്കിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വാഷ് ചെയ്തിട്ടില്ല. വാഷ് ചെയ്യാണ്ട് വരണമെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കാൻ വാഷ് ചെയ്ത് കൊടുക്കണ്ട. വാഷ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കണ്ടീഷൻ ആണ്. അപ്പൊ വണ്ടിയുടെ ഒരു വീഡിയോ എടുത്തിട്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ മറ്റേ വീഡിയോ എടുക്കും. 300 കിലോമീറ്റർ ആണ് ഒരു സംഭവം ഓടിക്കാൻ പറ്റുന്നത്. അതിന് കൂടുതൽ ഓടിക്കഴിഞ്ഞാൽ അവർക്ക് പൈസ കൊടുക്കണം. അങ്ങനെയുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഇത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് കേട്ടോ. അങ്ങനെ പ്രശ്നമുണ്ട്. അതായത് ഫുൾ കവർ ഇൻഷുറൻസ് തരുന്നില്ല. പിന്നെ അതേപോലെ ഇതിനൊരു 2 മില്യൺ ബൈക്ക് സോം നമുക്ക് ഡെപ്പോസിറ്റ് കൊടുക്കണം. അത് ഒരു ഉദ്ദേശം $160 വരുന്നുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പറ്റി ക്യാമറ അടിക്കുകയോ അതേപോലെ എന്തെങ്കിലും വണ്ടി അടിക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവരതിന് ആ പൈസ ഡിഡക്ട് ചെയ്യാനുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് അവർ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ആ ഡെപ്പോസിറ്റ് എമൗണ്ട് 5 ദിവസത്തിന് ശേഷം അവർ അയച്ചു തരുന്ന പറഞ്ഞു. ഞാൻ കുറെ ഇതിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എല്ലാ ആൾക്കാരും ഡെപ്പോസിറ്റ് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ഡെപ്പോസിറ്റ് ഇല്ലാണ്ട് ആരും വണ്ടി തരുന്നില്ല. അത് ചിലപ്പോ 2 മില്യൺ എന്ന് പറയുന്നത് ഇവര് പറയുന്നത് ഏറ്റവും കുറവാണ്. മറ്റു ചില വണ്ടി വേറെ ആൾക്കാർക്ക് പറയുന്നത് 5 മില്യനൊക്കെയാണ് ചോദിക്കുന്നത് ഡെപ്പോസിറ്റ്. അത് കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു തരും എനിക്ക് പറയുന്നത്. അപ്പൊ അതൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. ഇവരായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ 2 മില്യൺ പറഞ്ഞിട്ടുള്ളൂ. അത് 5 ദിവസം കഴിയുമ്പോൾ തിരിച്ചു തരുന്നുള്ളൂ. അപ്പൊ ഞാൻ കുറെ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ ഇതേപോലെ റെന്റിന് എടുത്തിട്ട് അവര് തിരിച്ച് കൊടുത്തിട്ടുണ്ട്, പൈസ കൊടുത്തിട്ടുണ്ട്, നല്ല ഡീസെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളവിടെ ഓഫീസിൽ പോയപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല ടീമുകളാണ്, വിശ്വസിക്കാം. അങ്ങനത്തെ ടീമുകളാണ്. അപ്പൊ നമ്മൾ തട്ടുമുട്ടൊന്നും ഇല്ലാണ്ട് പോയാൽ മതി. അപ്പൊ അത് ദൈവമായിട്ട് കഴിച്ച് നല്ല സുഖമായിട്ട് പോട്ടെ എന്ന് വിചാരിക്കാം. വണ്ടി കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ ഒരു വണ്ടിക്കാണ് 3,50,000. ഇതിലും കുറഞ്ഞ വേറൊരു വണ്ടി ഉണ്ട്. ഇത് ഷെവർലെയുടെ നെക്സിയ എന്ന് പറഞ്ഞ വേറൊരു വണ്ടി കൂടി ഉണ്ട്. അതിന് 3 ലക്ഷം ഉള്ളൂ. ഏകദേശം ഈ സൈസ് തന്നെ ഉള്ളതാണ്. അപ്പൊ അതാണ് ഇപ്പൊ ഏറ്റവും കുറഞ്ഞ പ്രൈസ് ആയിട്ട് വരുന്നത്. പിന്നെ വേറെയും ചെറിയൊരു വണ്ടി കൂടി ഉണ്ട്, 2,80,000. ചെറിയ വണ്ടിയാണ്, നമ്മുടെ ഹാച്ച് ബാക്ക് ടൈപ്പുള്ള വണ്ടിയാണ് കേട്ടോ. അത് തീരെ ചെറുതാണ്. നമുക്കപ്പോ അത് സൂട്ടബിൾ അല്ല. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ട് ഈ വണ്ടി എടുത്തു. അപ്പൊ ദൈവാനുഗ്രഹിച്ച് ഇങ്ങനെ ഒരു വണ്ടി കിട്ടിയോണ്ട് ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയുന്നു. അപ്പൊ നമ്മുടെ യാത്ര നമുക്ക് ആരംഭിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുത്തെ ഈ ഹൈവേല പോകുന്നത്, ഇവിടെ സ്പീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയുള്ള റോഡുകളിൽ 60 സ്പീഡ് ലിമിറ്റ്. അത് കഴിഞ്ഞ് മെയിൻ ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ 100 നമുക്ക് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് അനുസരിച്ച് നമുക്ക് വണ്ടി ഓടിക്കാം. എന്ന് വെച്ചാൽ സ്പീഡ് ക്യാമറകൾ ഒരുപാടുണ്ട് കേട്ടോ അവിടെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചില്ലെങ്കിൽ നമ്മൾ കുറെ പൈസ ഫൈൻ അടച്ചിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വണ്ടി ഓടിക്കാൻ കുഴപ്പമൊന്നുമില്ല, നല്ല കംഫർട്ടബിൾ ആണ്. തിക്കും തിരക്കൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് മൊത്തം ഇങ്ങനെ കൃഷി സ്ഥലങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല രസം കേട്ടോ. എന്നുവെച്ചാല് താഷ്കണ്ട് സിറ്റിയിൽ മാത്രമാണ് ഇങ്ങനെ കൃഷി സ്ഥലങ്ങളൊന്നും ഇല്ലാത്ത ഏരിയ. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഫുള്ള് കൃഷി സ്ഥലങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നമ്മള് സമർക്കന്ത് പോണ വഴിയില് ഒരുപാട് കൃഷി സ്ഥലങ്ങൾ കാണാനുള്ളത്. അപ്പൊ നമുക്ക് ഒരു സൈഡിലേക്ക് നോക്കിയപ്പോൾ കുറെ സൺഫ്ലവറിന്റെ കൃഷിയാണ്. സൺഫ്ലവർ ഇങ്ങനെ പൂകളുണ്ട്, സൂര്യകാന്തി പൂകൾ നിറയെ നിൽക്കുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ സൈഡിൽ നോക്കിയപ്പോൾ മുന്തിരി കൃഷി കാണുന്നുണ്ട്.
നമുക്ക് നോക്കാം മുന്തിരി കൃഷി അവിടേക്ക് പോയി നോക്കട്ടെ. മുന്തിരി കൃഷിയാണ് നടക്കണം കേട്ടോ ഫുള്ള്. കണ്ടോ ഇവിടെ ആരും കാണുന്നില്ല. ഇപ്പുറത്ത് ഓറഞ്ച് ആണോ മുസംബിയാണോ എന്തോ അറിയില്ല മരങ്ങൾ നിൽക്കുന്നത്. ഒരുപാട് കൃഷിയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഉസ്ബെക്കിസ്ഥാൻ. പക്ഷെ ഇവിടെ നമുക്ക് ഇങ്ങനെ വരുമ്പോഴാണ് കാണുന്നത്. നമ്മളേത് താഷ്കണ്ടിൽ വന്ന് വിസിറ്റ് ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. ഇവിടെ കണ്ട ഇവിടെ വന്ന് നോക്കിയാൽ മുന്തിരി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ആരും കാണാനില്ല കേട്ടോ. ഈ മുന്തിരി കൊലകളാണ്. നോക്കി പച്ച മുന്തിരിയാണ്. നോക്കി മുന്തിരി കൊലകള് ഒരുപാടുണ്ട്. നോക്കി ഇപ്പൊ ഇവിടുന്ന് ഒരു 10 തിന്ന് നോക്കാം. നോക്കി നോക്കാം എങ്ങനെയുണ്ട് മുന്തിരി. ശരിക്കും നമ്മള് റോഡ് ട്രിപ്പ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ അല്ലേ? സൂപ്പറാ അല്ല മാത്രം ഉണ്ടോ? വേണ്ട നോക്കി ഒരു കൊലയുണ്ട് കേട്ടോ. നോക്കി സൂപ്പർ മുന്തിരിയാണ് കേട്ടോ. ഒരു വലിയൊരു കൊല പൊട്ടിച്ചോ അത് ഓരോട് അടിച്ചോ. ഓക്കെ നല്ല സൂപ്പർ മുന്തിരിയാണ് കേട്ടോ. ഓക്കെ കറുത്ത മുന്തിരി കൃഷി ചെയ്യുന്നുണ്ട്. പാകിസ്ഥാനിൽ വന്നിട്ട് നേരെ കൃഷി സ്ഥലത്ത് നിന്ന് പറിച്ച മുന്തിരിയാണ് കേട്ടോ. സൂപ്പർ മുന്തിരി കൃഷിയാണ്. നമ്മള് താഷ്കണ്ടിൽ പുറത്തേക്ക് ഇറങ്ങിയാലാണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്നത്. ഫുള്ള് കൃഷി സ്ഥലങ്ങളാണ് ഈ ഏരിയയില്. നമ്മളിപ്പോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ചമ്മൻസോർത്ത് നടന്ന ഒരു ഗ്രാമത്തിൽ പോയിരുന്നല്ലോ. അപ്പൊ അവിടെയാണ് ഈ മുന്തിരി കൃഷി നമ്മൾ കണ്ടത്. എവിടെ പോയി കഴിഞ്ഞാൽ റോഡ് ട്രിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ പോകുമ്പോൾ നമുക്ക് കാഴ്ചകൾ കാണാം. അതേപോലെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിർത്തി കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് സാധനങ്ങളൊക്കെ പൊടിച്ച് കഴിക്കാം. അതിന്റെ ഒരു ഫീൽ പ്രത്യേക ഫീലാണ്. നമ്മൾ ഈ ഉസ്ബെക്കിസ്ഥാനിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതേപോലുള്ള കൃഷി സ്ഥലങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ഗോതമ്പ് ആയിക്കോട്ടെ, അതേപോലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ജനങ്ങളുടെ ഒരു പ്രധാന ജീവിതമാർഗമാണ് ഈ ഒരു കൃഷി ചെയ്യുക എന്നുള്ളത്. ഇവിടെ നിൽക്കുന്ന ആ ചേച്ചി ഐറോൺ ഗുജ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെന്തായാലും ഒരു ഗ്ലാസ് നമ്മളത് വാങ്ങിച്ചു നോക്കിയിട്ട് എന്താ സംഭവം എന്നറിയില്ലായിരുന്നു. ഇവരുടെ ഫാമിലിയിലെ കൊച്ചു കുട്ടികളടക്കം വന്ന് നിന്നിട്ടാണ് ഈ ഒരു ബിസിനസ് അവർ ചെയ്യുന്നത്. ഒരു വീടിൻ്റെ ഫ്രണ്ട് സൈഡിലാണ് അവർ ചെറിയൊരു ഷോപ്പ് പോലെ ഇട്ടിട്ട് അവിടെ ആ ഒരു ബിസിനസ് ചെയ്യുന്നത്. അവിടെയുള്ള എല്ലാവരും വാങ്ങിച്ച് കുടിക്കണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളും ഒരു ഡ്രിങ്ക് ഓർഡർ ചെയ്തു. നമ്മൾ കുടിച്ച് നോക്കിയിട്ടാ. മോരുമ്പളം പൊഴിക്കണ്ട തിക്കായിട്ടുള്ള മോരുമ്പളം അല്ലേ? നല്ല രസമുണ്ട്. കുടിക്കാം. ചൂടത്ത് കുടിക്കാൻ പറ്റിയ സംഭവം. അത് ഒരു പാത്രത്തിലാണ് കോപ്പയിലാണ് തരുന്നത് ചേച്ചി. ഓക്കെ കോപ്പയില തന്നെ. ഉജ ഉജ എന്ന് പറഞ്ഞൊരു ഡ്രിങ്ക് ആണ് കേട്ടോ. നമുക്ക് തന്നെ ഇത് കഞ്ഞിയാണ് കേട്ടോ. അല്ലേ ഉസ്ബെക്ക് കഞ്ഞി. സമർക്കന്ത് പോണ വഴിയാണ് കേട്ടോ. അപ്പൊ ഒരു ചെറിയൊരു ഷോപ്പിൽ വന്നിരുന്നിട്ട് ഒരു സാധനം കഴിച്ചു. പിന്നെ പൂജ എന്ന് പറഞ്ഞാൽ മൊത്തം ഈ തൈരില് എന്താ പറയാ തൈര് കഞ്ഞി എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഈ കാണുന്നത് ഇവിടെ ബിസിനസ് നടത്തുന്ന ആ ഒരു ഫാമിലിയുടെ ഒരു വീടാണ് കേട്ടോ. വീടും അതിനോട് ചേർന്നുള്ള ഒരു കരിമ്പ് കൃഷിത്തോട്ടമാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെയുള്ള സാധാരണക്കാരുടെ മെയിൻ ഒരു ഉപജീവന മാർഗമാണ് ഇതേപോലുള്ള ചെറിയ ചെറിയ ബിസിനസ്സുകളും അതേപോലെ അതിനോടനുബന്ധിച്ചുള്ള ഒരു ചെറിയ കൃഷി സ്ഥലങ്ങളും അതുപോലെ കന്നുകാലി വളർത്തലും. ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ഒരു ജീവിത മാർഗം. നല്ല ചൂട് സമയത്ത് ഇതേപോലെ ഐറോൺ ഗുജ എന്ന് പറയുന്ന ആ ഒരു മോരുവെള്ളം, ഗുജ എന്ന് വിളിക്കുന്ന ആ ഒരു തൈര് കഞ്ഞി കുടിച്ചപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എനർജി ആയിരുന്നു കേട്ടോ. കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ ചെറിയൊരു ഗ്രോസറി ഷോപ്പ് പോലെ ഒരു ഷോപ്പ് അവിടെ കണ്ടു. അപ്പം ഞങ്ങളവിടെ ഇറങ്ങി. അവിടെ നിന്ന് കുറച്ച് വെള്ളമൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ട് അതേപോലെ അതിൻ്റെ അവിടെ ചേർന്നതിനുള്ള ഒരു ബ്രെഡ് ഷോപ്പാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഒരുപാട് ടൈപ്പ് ബ്രെഡുകളുണ്ട് കേട്ടോ. ഒരുപാട് സ്വീറ്റ് ആയിട്ടും അതുപോലെ നോർമലായിട്ടുള്ള ഒരുപാട് ബ്രെഡുകളുള്ള വലിയൊരു ഷോപ്പായിരുന്നത്. നമ്മൾ പോകുന്ന ഈ റോഡിൻ്റെ 2 സൈഡിൽ നമുക്ക് ഇതേപോലുള്ള നല്ല നല്ല കൃഷി സ്ഥലങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ബ്രെഡ് എന്ന് പറഞ്ഞാൽ കഴിക്കാൻ വേണ്ടി മാത്രമല്ല, അതൊരു ആർട്ട് വർക്കും കൂടിയാണ് കേട്ടോ. നോക്കി അതിൻ്റെ ഒരു ഡിസൈനൊക്കെ ഉണ്ടോ, നല്ല രസമുള്ള ഡിസൈനൊക്കെ ഫുള്ള് പഞ്ച് ചെയ്തിട്ട് അതുണ്ടാക്കണം കേട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ. എന്താ പറയാ, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ചുമ്മാ ഇങ്ങനെ പൊടിയല്ല, അത് വേറെ എന്തൊക്കെ ആഡ് ചെയ്തിട്ട് ചീസും ഇതൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ടൈപ്പ് ബ്രെഡാണ്. നല്ല സോഫ്റ്റ് ആണ്. അതോ നല്ല രസമുണ്ട്. വെറുതെ കഴിക്കാം. 7000 ഉസ്ബെക്ക് തോമണ് കേട്ടോ അതിന്റെ പ്രൈസ് വരുന്നത്. 7000.
ഈ റോട്ടിൽ കൂടെ ഇങ്ങനെ പോയപ്പോൾ ഈ ഹൈവേയുടെ സൈഡിൽ കണ്ട ഒരു നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ഉണക്കമീനുകൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന കുറേ ഷോപ്പുകളായിരുന്നു കേട്ടോ ഈ ഹൈവേയുടെ സൈഡിൽ നമുക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു കാഴ്ചയായിരുന്നു. നമ്മൾ ഉസ്ബെക്കിസ്ഥാനിൽ പോകാൻ ഇവിടെയും നമുക്ക് ഇതേപോലെ കാഴ്ചകൾ കാണാൻ പറ്റില്ല. വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമാണ് മീൻ അവൈലബിൾ ആയിട്ടുള്ള ഏരിയകളുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് നമുക്കൊരു പ്രത്യേകത തോന്നിയത്. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ഹൈവേ ആണ് കേട്ടോ നമ്മുടെ ഈ താഷ്കണ്ട് സമർക്കന്ത് ഈ ഒരു ഹൈവേ. ആ ഹൈവേ നിന്ന് നമ്മൾ നേരെ ഡൈവേർട്ട് ചെയ്ത് വേറൊരു ഹൈവേയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് പോയിട്ട് അങ്ങോട്ട് കടന്നപ്പോൾ തന്നെ നമുക്ക് നല്ല നല്ല കൃഷിസ്ഥലങ്ങളിലെ നല്ലൊരു കാഴ്ചകളാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ റോഡ് ട്രിപ്പ് ഇങ്ങനെ പുരോഗമിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ നേരെ പോണ വഴിക്ക് സമർക്കന്ത് പോണ വഴിക്ക് ഇപ്പൊ പകുതി വഴിയായിട്ടുള്ളൂ. വഴി ഭയങ്കര മോശമാണ് കേട്ടോ. ഏകദേശം 70 കിലോമീറ്റർ സ്പീഡ് പറയുന്നത്. ചില സ്ഥലത്ത് മാത്രമേ നമുക്കൊരു 100 കിലോമീറ്റർ സ്പീഡ് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും അവിടെയുള്ള റോഡിൽ അതിന് ട്രക്ക് പോയിട്ട് ഭയങ്കര മോശമാണ്. അതുകൊണ്ട് നമുക്ക് പതിയെ പോകാൻ പറ്റുന്നുണ്ടോ. ഭയങ്കര തിരക്കുള്ള ഒരു റോഡാണ് വെള്ളം. പിന്നെ അതേപോലെ ചുറ്റില് നമുക്ക് നല്ല കാഴ്ചകളുണ്ട്. വെണ്ടക്കായ ഫാമാണ് കേട്ടോ ഈ കാണുന്നത്. ഒരുപാട് ഏരിയ ഉണ്ട്. Zakatın gibi lan. Aslında. സമർക്കന്ത്. ഓക്കെ ഓക്കെ. അടിപൊളി സ്വീറ്റ് മെല്ലാണ് കേട്ടോ. മതിയോ? നല്ല സ്വീറ്റ് മെല്ലാണ് കേട്ടോ. നല്ല ഇത് ഇവരുടെ കൃഷിക്കാര് വിൽക്കുന്ന സംഭവമാണ് കേട്ടത്. അവരെ നമ്മൾ ചെറിയ പീസ് വാങ്ങിച്ചു. നമുക്ക് അധികം വേണ്ട. ഇവിടെ അടുത്ത് തന്നെ ഇങ്ങനെ ഇവിടെ അടുത്ത് തന്നെ ഇവിടെ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ കൊണ്ടുവന്ന് വെച്ച് വിൽക്കണ മാർക്കറ്റ് ഉണ്ട്. ഈ ഏരിയ മൊത്തം നമുക്ക് ഇവിടെ കൃഷിസ്ഥലങ്ങളാണ് കേട്ടോ. അതിന് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കൃഷിസ്ഥലങ്ങളാണ്. അപ്പൊ ഫുള്ള് ഈ കച്ചവടക്കാർ ഇവിടെ റോഡ് സൈഡിൽ വിൽക്കല് ഫുള്ള് റോഡുകളിൽ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതേപോലെ തണ്ണിമത്തന്റെ ആയിക്കോട്ടെ ഈ സാധനം കിട്ടുന്നുണ്ട്. അധികം പൈസ ഒന്നും ഇതിനൊരു 5000 പറയണ്ട. 5000 ഞങ്ങൾ കൊടുത്തു. ഇത്ര ഞങ്ങൾ കുറച്ച് പീസ് വാങ്ങിച്ചോളൂ. ഫുൾ വാങ്ങിച്ചില്ല. നമ്മൾ ഈ ഉസ്ബെക്കിസ്ഥാനിൽ ഏത് സ്ഥലത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇതേപോലെയുള്ള ചെറിയ കുട്ടികളാണ് കേട്ടോ ഇവിടെ കൂടുതൽ ബിസിനസ് നടത്തുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഏത് ഹൈവേയുടെ സൈഡിലായാലും ഇതേപോലെ ഒരുപാട് കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ വീട്ടുകാരെ സഹായിക്കാൻ വേണ്ടി ഇതേപോലെ ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്യുന്ന കുട്ടികളെ കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പോലീസ് ചെക്ക് പോയിൻ്റാണ്. അവിടെ നമുക്ക് നമ്മുടെ കാറിനൊന്നും അങ്ങനെ ചെക്ക് ചെയ്യുന്നില്ല. പക്ഷേ ട്രക്കുകൾ മാത്രമാണ് അവർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെക്ക് ചെയ്യുന്നത്. നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന പോലെയുള്ള ഇതേപോലെയുള്ള കനാലുകൾ നമുക്കിവിടെ പല സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഭയങ്കര രസമുള്ള പള്ളികൾ ഇവിടെ ഉണ്ട്. അതേപോലെ പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങളും അവരുടെ ട്രഡീഷണലായ രീതിയിലുള്ള വീടുകൾ, അതേപോലെ കൃഷിസ്ഥലങ്ങൾ ഒക്കെ നല്ലൊരു ഭംഗിയുള്ള നല്ല നല്ല കാഴ്ചകളാണ് കേട്ടോ നമ്മൾ ഈ താഷ്കണ്ട് സമർക്കന്ത് റൂട്ടിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ വഴിക്ക് പോയപ്പോൾ നമുക്ക് കാണാൻ കൗതുകം നിറഞ്ഞൊരു കാഴ്ച കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് നിർത്തിയതാണ് കേട്ടോ. ഈ ഒരു റോഡ് സൈഡിൽ നമുക്ക് അധികം നേരം നിർത്താൻ പറ്റില്ല. എന്താ വെച്ചാൽ ഭയങ്കര തിരക്ക് പിടിച്ചൊരു റോഡാണ്. അതുപോലെ ഒരുപാട് ട്രക്കുകളും അതുപോലെ ഒരുപാട് വണ്ടികൾ പോകുന്ന നല്ല ബിസിയസ്റ്റ് ഒരു ഹൈവേ ആണ് ഈ ഒരു താഷ്കണ്ട് സമർക്കന്ത് ഹൈവേ. നമ്മൾ വണ്ടി നിർത്തി ആളെ തന്നെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ആൾ നമ്മുടെ അടുത്തേക്ക് ആ കുതിരപ്പുറത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്. നല്ല ഫ്രണ്ട്ലി ആയ ആൾക്കാരുകളാണ് കേട്ടോ നമുക്ക് ഉസ്ബെക്കിസ്ഥാനിൽ നമുക്ക് കാണാൻ പറ്റിയത്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ തന്നെ അവരതിന് പോസ് ചെയ്ത് തരും. അതേപോലെ നമ്മുടെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറുന്ന നല്ല കുറച്ച് നല്ല നല്ല മനസ്സുള്ള കുറച്ച് മനുഷ്യരെയാണ് നമുക്ക് ഉസ്ബെക്കിസ്ഥാനിലെ യാത്ര കാണാൻ പറ്റിയത്. സമർക്കന്ത് പോണ വഴിക്ക് ഒരു സ്ഥലത്തെത്തി കേട്ടോ. ഈ ഒരു സ്ഥലത്തിന്റെ പേര് പറയട്ടെ. ഇവിടെ എത്തി കഴിഞ്ഞപ്പോൾ കുറെ റെസ്റ്റോറന്റുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ അവിടെ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. വലിയൊരു ഏരിയ ആണ്. ഫുള്ള് റെസ്റ്റോറന്റുകൾ മാത്രമുള്ള ഒരു ഏരിയ ആണ്. ഒരുപാടുണ്ട്. പുലാവ് കഴിക്കാൻ വിചാരിക്കും. 4 people പുലാവ്. ഓക്കെ. എങ്ങനെ കിലോ വൈസ് ആയിട്ടാ
നമ്മൾ യാത്ര ചെയ്യുന്ന ഈ താഷ്കണ്ട് സമർക്കന്ത് ഹൈവേയിൽ നമുക്ക് ഇതേപോലെ ഇത്രയ്ക്ക് വലിയൊരു റെസ്റ്റോറൻറ്റ് കിട്ടുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഏരിയയിൽ കുറേ റെസ്റ്റോറൻറ്റുകൾ കണ്ടപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ഉസ്ബെക്കിസ്ഥാൻ പുലാവ്, ഏതായാലും കൂടെ സലാഡ് ഉണ്ടാവും. ആ ഓർഡർ ചെയ്യണ്ടേ? അങ്ങനെ നെയ്യ് ഉണ്ടോ? ഭയങ്കര നെയ്ക്കുത്താ. മീറ്റ് കുഴപ്പമില്ല, മീറ്റ് ഉണ്ടോ? പക്ഷെ നെയ്ക്കുത്ത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്, പക്ഷെ നെയ്യ് ഭയങ്കര വെച്ചിട്ട് ഭയങ്കര രസമുള്ളൊരു ഏരിയ ആണ് ഇത്. താഷ്കണ്ട് സമർക്കന്ത് ഹൈവേയിൽ ഉള്ള ഒരു ഏരിയ ആണിത്. വലിയൊരു മലയാണ് കേട്ടോ. പക്ഷേ നമുക്കത് അങ്ങനെ അത്രയ്ക്ക് ഭയങ്കര ഹൈറ്റിലുള്ള മലയല്ല, ചെറിയ ചെറിയ മൊട്ടക്കുന്നുകൾ പോലുള്ള ഒരു മലയാണ് ഈ കാണുന്നത് കേട്ടോ. ആ മല നമ്മൾ നേരെ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ നേരെ സമർക്കന്തിലേക്ക് പോകുന്നത്. അപ്പോൾ ആ പോകുന്ന ഏരിയ തന്നെ ഭയങ്കര രസമാണ് കാണാൻ. അതുപോലെ അതിൻ്റെ സൈഡിൽ തന്നെ ഒഴുകുന്ന ഒരു അരുവി, ഇതെല്ലാം കൂടി കാണാൻ ഭയങ്കര ഒരു രസമാണ് കേട്ടോ. അതിൻ്റെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മൾ യാത്ര ചെയ്യുന്ന ഈ റോഡിൻ്റെ 2 സൈഡിലും ഒരുപാട് കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ട് നമുക്കിങ്ങനെ പോകുന്ന വഴിക്ക് പല പല സ്ഥലത്തും ഇതേപോലെയുള്ള ചെറിയ കുട്ടികൾ ഇതേപോലെ ഓരോ കൂട ആപ്പിൾ അതുപോലെയുള്ള ഫ്രൂട്ട്സുകൾ ഇങ്ങനെയൊക്കെ വിൽക്കാൻ ഇരിക്കുന്നത് കാണാൻ പറ്റും കേട്ടോ. അപ്പം ഞങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു കൂട ആപ്പിൾ വാങ്ങിച്ചു. നല്ല ഫ്രഷ് ആപ്പിളായിരുന്നു. ഒരു കൂട ആപ്പിളിന് 20,000 സോമാണ് കേട്ടോ അവർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. നമ്മൾ ഈ ഉസ്ബെക്കിസ്ഥാനിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഇതേപോലുള്ള കാഴ്ചകൾ നമുക്ക് പല സ്ഥലത്തും കാണാൻ പറ്റില്ല. ഇവിടെ അത്രമാത്രം വലിയ നിയന്ത്രണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇതേപോലെ ഒരു വീടിൻ്റെ ഫുള്ള് ഫർണിച്ചർ നമ്മുടെ ഒരു കാറിൻ്റെ മേലെ കെട്ടിവെച്ച് അവർ യാത്ര ചെയ്യുന്നത്. സമർക്കന്ത് പോണ വഴി ഏകദേശം സമർക്കന്ത് എത്താറായിട്ട് ഏകദേശം ഒരു 3/4 മണിക്കൂർ കൂടി ഉള്ളു. അപ്പൊ നമുക്ക് കണ്ട ഒരു നല്ലൊരു അടിപൊളി ലൊക്കേഷൻ ആട്ടോ. ഇവിടെ ഒരു സൂര്യകാന്തി പൂവാന്നുണ്ട്. അപ്പുറത്ത് നമുക്ക് അവിടെ ഒരു വലിയൊരു തോട്ടം കാണുന്നുണ്ട്. നമ്മളെന്തായാലും അവിടെ പോയി നോക്കിയിട്ട് വരാൻ വിചാരിച്ച് നിൽക്കണം. അധികം നേരം നിൽക്കാൻ പറ്റില്ല, ഏകദേശം ഇരുട്ടാവാറ്. ഇപ്പൊ ഇവിടെ സമയം എന്ന് പറഞ്ഞാല് 7 മണിയായിട്ടാ. 7 മണിയായിട്ട് നല്ല വെളിച്ചാണ്. എന്താ വെച്ചാൽ ഇവിടെ സൺസെറ്റ് ആവുന്നത് ഒരു 8 മണിക്കാണ് ഇവിടെ സൺസെറ്റ് ആവുന്നത്. അപ്പൊ 8 മണിയായാലാണ് ഇവിടെ ഇരുട്ടാവുന്നത്. അപ്പൊ 7 മണിയായിട്ടും ഇതേപോലെ നല്ല വെളിച്ചുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഈ വഴിക്ക് ഇങ്ങനെ കുറച്ച് പോയി നോക്കണ്ട. ഇവിടെ പശുക്കളെ മേക്കുന്ന ഒരു ടീമുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. നമ്മള് ഈ റോഡ് ട്രിപ്പ് നടത്തുമ്പോൾ നമുക്ക് കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അതായത് യൂറോപ്പിൽ പോയ പോലെയൊക്കെയാണ് മൊത്തം വാലീസും അതേപോലെ നമ്മളിങ്ങനെ വരുമ്പോ ഒരു ഏരിയ മൊത്തം വീടുകളും അവിടെ കൃഷി അവരവിടെ താമസിക്കുന്നത്. അപ്പൊ ആ ഒരു ഏരിയ നിറച്ച് മരങ്ങൾ അങ്ങനെ അത് വെച്ചാല് നമുക്ക് നല്ല ഭംഗി തോന്നും, നല്ല രസമായിട്ട്. വാലിയുടെ താഴെയായിട്ട് കുറെ വീടുകൾ, വീടിന്റെ ആ ഒരു വീട് കാണാനും നല്ല ഭംഗിയുള്ള നമ്മളിവിടെ വന്ന് തന്നെ കാണണം. കൃഷി സ്ഥലത്തേക്ക് ഒരു വെള്ളം തുറന്നു വിടുന്ന കാണാം. നോക്കിയേ, ഫുള്ള് നമ്മൾ നോക്കുമ്പോള് ഫുള്ള് കറുത്ത വെള്ളമാണ്. നോക്കിയാണ് കറുത്ത കളർ വെള്ളമാണ് ഇവിടെ വരുന്നത്. നോക്കി, ഞങ്ങൾ പല സ്ഥലത്ത് ഇങ്ങനെ വെള്ളം നോക്കിയപ്പോഴും ഇതേപോലെ കറുത്ത കളർ വെള്ളം വരുന്നത്. ഇവിടുത്തെ മണ്ണ് ഒരു ബ്ലാക്കിഷ് കളറായിട്ടുള്ള ഒരു മണ്ണാണ് കേട്ടോ. അതുകൊണ്ട് കറുത്ത കളർ വെള്ളം ഇങ്ങനെ എല്ലായിടത്തും വെള്ളമുണ്ട്. നല്ല പോലെ വെള്ളമുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഉസ്ബെക്കിസ്ഥാൻ. കണ്ടോ, നല്ല ഒരു എല്ലാ കൃഷി സ്ഥലങ്ങളുടെ സൈഡിൽ കൂടെ ഇങ്ങനെ ചെറിയ ചെറിയ കനാലുകള് തോടുകൾ ഒക്കെ ഉണ്ട്.
നമ്മളങ്ങനെ സൂര്യകാന്തി ചെടിയുടെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിപ്പോ പോവാണ് കേട്ടോ. നമുക്കിനി എത്തണം, ഏകദേശം ഒരു 3/4 മണിക്കൂർ കൂടി ഉണ്ട്. അവിടെ നമ്മള് റൂം എടുത്തേണ സമർക്കന്ദിലെ ഏരിയയിലെത്താൻ വേണ്ടിട്ട്. അപ്പൊ ഇത്താണേലും പോകണം, അല്ലെങ്കിൽ പണിയാണ്. നമുക്ക് എന്തായാലും പോവാം. ഇവിടെ ഇപ്പം സമയം രാത്രി 8 മണി ആവാറായിട്ട്. 8 മണിക്കാണ് നമ്മുടെ സൺസെറ്റ്. സണ്ണിങ്ങനെ സെറ്റ് ആവാറായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ യാത്ര നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ സമർക്കന്ദിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു കേട്ടോ. ഇതാണ് സമർക്കന്ദിൻ്റെ ആ മെയിൻ ഒരു എൻട്രൻസ് വരുന്നത്. ഈ ഒരു മല നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താഴെ കാണുന്നത് ആ സമർക്കന്ത്, ആ സിറ്റിയുടെ ഒരു നല്ലൊരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ സമർക്കന്ത് സിറ്റിയുടെയും അവിടെയുള്ള പുതിയ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോസും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്.